ഫ്രാൻസിൻ്റെ ആധ്യാത്മികതയെ ആകമാനം ഉലച്ച ഒരു സംഭവമാണ് ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം. ആ കാലഘട്ടത്തിൽ അനേകം വൈദികരെ നാടുകടത്തുകയും അന്നത്തെ ആർച്ച് ബിഷപ്പിനെയും 64ഓളം വൈദികരെയും വെടിവെച്ച് കൊല്ലുകയും അനേകം ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടം. ജാൻസനിയിസം എന്ന ഹെരസി അനേകം സാധാരണക്കാർക്ക് പോലും വിശുദ്ധി എന്നതും പ്രാർത്ഥന എന്നതും ഒരു അപ്രാപ്യമായ ഒരു കാര്യമായി തീരുന്ന ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ചെറുപുഷ്പം ആധ്യാത്മിക ശിശുത്വം കൊണ്ട് എല്ലാ അരാജകത്വത്തെയും പൊളിച്ചെഴുതുകയും വെല്ലുവിളിക്കുകയും ചെയ്തത്. അതായത് അവൾ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: സ്നേഹമാകുന്ന ദിവ്യാഗ്നി കുണ്ഡത്തിലേക്ക് എന്നെ നയിക്കുന്ന ഏക മാർഗം കാണിച്ചു തരാൻ യേശു തിരുമനസ്സായി. സ്വപിതാവിൻ്റെ കരങ്ങളിൽ ഭയമില്ലാതെ ഉറങ്ങുന്ന ഒരു ശിശുവിൻ്റെ ആത്മാർപ്പണമാണ് പ്രസ്തുത ആ മാർഗം. കൂടാതെ അവളെ വേദപാരംഗതയാക്കി മാറ്റാനുള്ള ഏക കാരണം അവളുടെ വിശുദ്ധ ജീവിതവും കൂടാതെ റീഡിസ്കവേർഡ് ദ ഹാർട്ട് ഓഫ് ദ ഗോസ്പൽ, അതായത് സുവിശേഷത്തിൻ്റെ എല്ലാവിധ സാരാംശങ്ങളെയും ഉൾക്കൊണ്ട് ജീവിക്കുകയും കൂടാതെ തിരുസഭയുടെ ഹൃദയത്തിൽ അവൾ എന്നും സ്നേഹമായിട്ട് മാറുകയും ചെയ്തതുകൊണ്ടാണ്. അവൾ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: നമുക്ക് ഒരേ ഒരു കാര്യമേ ഈ ലോകത്തിൽ ചെയ്യാനുള്ളൂ, ആത്മാക്കളെ രക്ഷിച്ചുകൊണ്ട് ഈശോയെ അതിരറ്റ് സ്നേഹിക്കുക. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏവർക്കും നേർന്നുകൊള്ളുന്നു.